ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OTG ഓവൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന അതേ OTG തന്നെ മോർഫി റിച്ചാർഡിൻ്റെ ബെസ്റ്റാ ബ്ലാക്ക് 40, അതായത് 40 ലിറ്ററിൻ്റെ ഓവണാണ് കേട്ടോ. ഇത് OTG ഓവണാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറിയ രീതിയിൽ സെയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു OTG ഓവൺ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഞാൻ യൂട്യൂബിലും ഒരുപാട് പേരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്ത് ഇത്ര ഒരു ലിറ്ററിന് തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് എന്താ പറയുക, മലയാളത്തിലധികം വീഡിയോ ഒന്നും ഇല്ല. മോർഫി റിച്ചാർഡ് ബ്രാൻഡ് ഉണ്ടെങ്കിലും വേറെ 52 അല്ലെങ്കിൽ 60 ലിറ്ററിൻ്റെയൊക്കെയാണ് ഉള്ളത് കൂടുതലും. അപ്പോൾ വേറൊരു ബ്രാൻഡിൻ്റെയാണ് ഉള്ളത്. അപ്പോൾ മലയാളത്തിൽ വേറെ ആരുടെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ OTG ഓൺ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റി അറിയാമല്ലോ, എങ്ങനെയാണ് സംഭവം, എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക റേറ്റൊക്കെ കാണിച്ചേക്കുന്നത്. ഞാൻ ഇത്ര രൂപക്കല്ല കേട്ടോ വാങ്ങിച്ചേക്കണം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 11,995 രൂപയാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ ഇതിൻ്റെ നന്നായിട്ട് പൈസ കുറച്ചിട്ടാണ് വാങ്ങിച്ചേക്കണം. അപ്പോൾ ഞാനത് തെളിവ് സഹിതം കാണിച്ചു തരാം. ഞാൻ എത്ര രൂപക്കാണ് വാങ്ങിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് തെളിവ് സഹിതമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നല്ലതാണോ ചീത്തയാണെന്നൊക്കെ. പക്ഷേ സംഭവം കുഴപ്പമില്ല, നമുക്ക് റിപ്ലേസ്മെൻറ്റും റിട്ടേണൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യം ഇട്ട് വാങ്ങിക്കാം. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുവിധം എന്താ പറയുക, എൻ്റെ ബീറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ, മിക്സി അങ്ങനെയൊക്കെ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ അതിനൊന്നും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. വാങ്ങിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ ബീറ്ററൊക്കെ ആണെങ്കിലും ബജാജിൻ്റെ, മിക്സി ആണെങ്കിലും അതിൻ്റെ, അതായത് ബട്ടർഫ്ലൈ, അങ്ങനെ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് വാങ്ങിക്കണത്. അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലോക്കൽ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ OTG. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമുക്ക് കടകളിലൊന്നും ഈ സാധനം കിട്ടാനില്ല. ബീറ്ററും അതേപോലെ ഈ ഒരു OTG ഓവണൊക്കെ വലിയ ക്ഷാമമാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ്. ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എറണാകുളത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നന്ദിലത്തും ബിസ്മിയിലും പിട്ടാപ്പിള്ളിലും എല്ലായിടത്തും അന്വേഷിച്ച് എന്താ പറയുക, ഒരിടത്തും ഈ സാധനം ഇല്ല. പിന്നെ വില പറയുന്നതാണെങ്കിലും ഏകദേശം നമുക്ക് വില ചോദിച്ചത് എത്ര രൂപക്കാണെന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു 10,500, 10 അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതിലും കുറവ് എന്തായാലും വില അവർ പറയുന്നില്ല. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചിട്ടാ, QRSും ഇതെല്ലാം എറണാകുളത്തുള്ള എല്ലാ കടകളിലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള കടകളിലും, അതായത് കണ്ണങ്കണ്ടി, അതേപോലെ അപ്പാസൻസ്, അങ്ങനെ ഒരുവിധം നന്ദിലത്തിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ബീറ്ററിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, രണ്ടും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ വിലയാണെങ്കിൽ നല്ല എമൗണ്ടാണ് അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതേപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കണത്. ഞാനപ്പോൾ കാർട്ടിലെടുത്ത് ഇട്ട് വെച്ചേച്ച് എപ്പോഴേലും കിട്ടുമ്പോൾ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നെത്തി. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ടാ, ഇപ്പോൾ ഒരു 2 ആഴ്ചത്തോളം ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവമൊക്കെ കവറും കാര്യങ്ങളും തെർമോക്കോളൊക്കെ എല്ലായിടത്ത് പറിച്ച് എവിടെയൊക്കെ കളഞ്ഞു. വീട് ഷിഫ്റ്റിങ്ങും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഗ്യാരണ്ടി കാർഡും പിന്നെ ഒന്ന് ആ ഒരു യൂസർ മാനുവലും ആണ്. ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുവിധം നന്നായിട്ട് എല്ലാവർക്കും അറിയാം. OTG ഓവൻ്റെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മിക്ക യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എന്താ പറയുക, എല്ലാ ഐറ്റംസും എനിക്ക് കിട്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് അതാണ് നോക്കിയത്. ഇതൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, എങ്കിലും എനിക്കെല്ലാ സാധനം കിട്ടിയാന്ന് ഞാൻ ഇതേപോലെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇതേപോലെ റോട്ടിസറി, അത് പിന്നെ ഇതിൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ കൂടി പാടില്ല. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലല്ല കേട്ടോ തന്നത്, നല്ല രീതിയിൽ പാക്കേജിങ് ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് തെർമോക്കോളും നല്ല രീതിയിൽ അവർ പാക്കേജൊക്കെ ചെയ്തിട്ടാണ് തന്നത്. ഞാനപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട് ഷിഫ്റ്റ് ചെയ്യണതുകൊണ്ട് തന്നെ കുറേ ചപ്പും ചവറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ആ ഒരു നമ്മുടെ ഒരു ഡേറ്റ് കഴിയുമല്ലോ, അതായത് നമുക്ക് റിട്ടേൺ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊക്കെ കുറേയൊക്കെ വേസ്റ്റൊക്കെ കത്തിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു പെട്ടിയും ഈ സാധനം അഴിച്ച് വെച്ചത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ പറയാം കേട്ടോ. ഞാൻ ഇതൊന്നും വെറുതെ കണ്ടതല്ലാണ്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ കേക്ക്, കപ്പ് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഒരു ഓവണിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓവൺ ഞാനെടുത്ത് അടുക്കളയെ കൊണ്ട് വെച്ചൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റി. കാരണം എൻ്റെ കുഞ്ഞു മോളല്ലേ, അപ്പോൾ അവളെ എന്താ പറയുക, എപ്പോഴും കണ്ണു തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ചെയ്യണം. കാരണം ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെക്കും. OTG ഓവണാണെങ്കിലും ഞാൻ ആ ഒരു പെട്ടിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് അടുക്കളയെ കൊണ്ട് വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുക്കളയിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്.
അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ പുറത്ത് അവരുടെ കവറും അതിൻ്റെ ഉള്ളിൽ മോർഫി റിച്ചാർഡിൻ്റെ ആ ഒരു കമ്പനിയുടെ കവറുമാണ് ഉള്ളത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് അത് പുറത്തോട്ട് എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു അടിവശത്ത് എന്തോ ഒട്ടിച്ച് വെച്ചേക്കാന്ന് തോന്നുന്നു, അത് പറഞ്ഞിങ്ങോട്ട് പോരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ എല്ലാവരും തന്നത് നല്ല രീതിയിൽ പാക്കേജിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് എന്താ പറയുക OTGയുടെ കാര്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കാണിച്ചത് ആമസോണിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ട് രണ്ടും ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഞാനിത് വാങ്ങിച്ച ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8300 രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് സെപ്റ്റംബർ 21-ാം തീയതിയാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, അതായത് ഞാനത് കിട്ടിയ ദിവസം തന്നെ അത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. യൂസ് ചെയ്തിട്ട് നല്ലതാണ്, അതായത് എല്ലാം ഒരു പ്രശ്നമില്ല, എല്ലാം കൊണ്ടും കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു നല്ലതാണെന്ന്. അപ്പോൾ അവരെന്നോട് അതിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ അതേ ഞാൻ വാങ്ങിച്ചതിൻ്റെ എമൗണ്ടാണ് ഈ കാണുന്നത്. സെപ്റ്റംബർ 21-നാണ് എനിക്കത് ഡെലിവർ ആയത്. അപ്പോൾ എനിക്ക് 100 സൂപ്പർ കോയിൻസ് ഉള്ള കാരണമാണ് ഇത്തിരി കുറഞ്ഞേട്ടാ. അപ്പോൾ 8300 രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച് പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ടിന് ലിങ്ക് അഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,100 അപ്പോൾ നല്ല എന്താ പറയുക, നല്ല അതുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്കും ആയി, നല്ല ക്ഷാമമാണ് ഇതിനിപ്പോൾ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക കാർട്ടിലിട്ട് വെക്കുക, അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ഓവനിൽ ഉണ്ടാക്കിയ കേക്കും കപ്പ് കേക്കും കാര്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. സംഭവം കിടുവാണ്, ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ OTG ഓവൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണ ഇത്തിരി ഇരിട്ടേറ്റുണ്ട്, ഒരു 6:30-7 മണിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ പറഞ്ഞു പോരും കേട്ടോ. ഞാൻ എന്താ പറയുക, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ 3 ട്രേ ഉണ്ട്. അതൊക്കെ എടുത്ത് പ്രത്യേകിച്ച് കാണിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ട്രം ട്രേ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ട്രമ്പല്ല, ക്രംബ് ട്രേ ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ 3 സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പേസാണ്, നമുക്ക് 3-4-5 കേക്കൊക്കെ ഉണ്ടാക്കാം. അതായത് ഞാനങ്ങനെ ഒരു 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ഒരു 7 ഇഞ്ചിൻ്റെയും ഒരു 8 ഇഞ്ചിൻ്റെയും ടിന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല, എനിക്ക് അത്രയത്തിൻ്റെ ഉണ്ടാക്കേണ്ട ആവശ്യം വരാത്ത കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് വെക്കാമെന്നാണ് തോന്നുന്നത്. ഒരു 4 കേക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിൽ 230 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസാണ് ഈ കാണുന്നത്: ടോസ്റ്റ്, കൺവെക്ഷൻ, കീപ്പ് വാം, അതേപോലെ നമ്മുടെ റോട്ടിസറി, പിന്നെ ബേക്ക്. പിന്നെ താഴെ അതിൻ്റെ എന്താ പറയുക ടൈമറാണ്. ടൈമർ 120 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റർ റാക്കിൽ, ഞാൻ ആ ഒരു ട്രേ വെച്ചേക്കുന്നുണ്ടല്ലേ, സെൻറ്റർ റാക്കിൽ ആണ് ഇത് വെച്ചിട്ട് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതേ ആ ഒരു ടൈമിലല്ല ടെമ്പറേച്ചറിൽ തന്നെ ഒരു 30 മിനിറ്റാണ് ബേക്ക് മോഡിൽ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. ബേക്ക് മോഡിൽ തന്നെയാണ് ചെയ്യണം. കാരണം ഞാൻ ഇതിൻ്റെ കുറേ പേര് നോക്കിയായിരുന്നു. കാരണം നമുക്കിത് വാങ്ങിച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചറിൽ ഭയങ്കര ഒരു പേടിയായിരിക്കും, ഏതിലാണ് സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയാണെന്നത് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കണം. 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യം നന്നായിട്ട് 150 ഡിഗ്രി അല്ലെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ചെയ്തത്. കുറച്ച് ടൈം എടുത്തു. അപ്പോൾ 120 മിനിറ്റിലും കൂടുതൽ ടൈം എടുത്തു. പിന്നെ ഞാൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി, ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ സെൻറ്റർ റാക്കിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ഫങ്ഷൻ കേട്ടോ. അപ്പോൾ അതിലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേക്ക്. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഓണാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ തന്നെ നമ്മൾ ആ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും, കണ്ടില്ലേ? അത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കലി ബെല്ലടിക്കും. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ടൈം സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും മാറ്റാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവണാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. ഞാൻ ഇത്രയും കൂടി എന്താ പറയുക ഒരു റെസിപ്പി ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.